ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തകൃഷ്ണൻ, ജമ്മുവിലാണ് ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇന്ത്യയുടെ 3 സേനാ കേന്ദ്രങ്ങളെ, ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു. ഇപ്പോൾ ജയ്സാൽമീറിൽ എയർ സൈറൺ മുഴങ്ങിയിരിക്കുന്നു. അതിനർത്ഥം ജയ്സാൽമീർ ഒരു ആകാശാക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പാകിസ്ഥാന്റെ ആക്രമണം തുടങ്ങി ഇതുവരെയുള്ള നിമിഷങ്ങളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ജയ്സാൽമീർ ആണ് ഏറ്റവും കൂടുതൽ പാക് ആക്രമണത്തിന് ഇരയായതെന്ന് പറയാം. വൈകുന്നേരം പാകിസ്ഥാൻ ഇന്ത്യൻ ആകാശത്തേക്ക് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും വിടുമ്പോൾ അവർ ആദ്യം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടതും ജയ്സാൽമീറിലാണ്. 20 മിസൈലുകളാണ് ജയ്സാൽമീറിൽ ഇന്ത്യ വെടിവെച്ച് ഇട്ടത്. 20 മിസൈലുകളാണ് ജയ്സാൽമീറിനെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നത്. അതിനുശേഷം ഡ്രോണുകൾ ചീറിവെത്തി. ആ ഡ്രോണുകളെയെല്ലാം നമ്മളുടെ പ്രതിരോധ കവചം ഉപയോഗിച്ച് വെടിവെച്ചിട്ടു. ഇപ്പോൾ വീണ്ടും ജയ്സാൽമീർ കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം നടക്കുന്നു. അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു ഡ്രോൺ പോലും നിലം തൊടുന്നില്ല. അതിനെയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ പ്രതിരോധ കവചം വെടിവെച്ചിടുകയാണ്. അതിനൊപ്പം തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് വലിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. ജലന്ധറിൽ ഡ്രോൺ ആക്രമണം ഇന്ത്യ തകർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചാബ് മേഖല കേന്ദ്രീകരിച്ചും ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നു എന്നർത്ഥം. പാകിസ്ഥാൻ അടങ്ങുന്നില്ല. ഈ രാത്രിയിൽ തിരിച്ചടി ഇന്ത്യ കനത്ത രീതിയിൽ കൊടുക്കുമ്പോഴും പാകിസ്ഥാന്റെ നഗരങ്ങളിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ കടന്നെത്തിയിട്ടും പാകിസ്ഥാൻ അടങ്ങുന്നില്ല. ഇന്ത്യൻ മണ്ണിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തുനിയുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതാണ്, ഈ സ്ഥിരീകരിക്കാത്ത ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് ഇസ്ലാമാബാദിൽ നടക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ആർമി ചീഫ് അസിം മുനീറിന്റെയും വീടുകൾക്ക് സമീപം വലിയ സ്ഫോടനം നടന്നു, വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്ലാമാബാദിൽ വലിയ യുദ്ധം, ആകാശയുദ്ധം നടക്കുന്നു എന്ന് തന്നെയാണ്. അവിടെ പ്രധാനമന്ത്രിയുടെയും ആർമി ചീഫിന്റെയും ഒക്കെ വീടുകൾക്ക് സമീപം സ്ഫോടന ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ലക്ഷ്യമിടുന്നത്, ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നത്, അത് കനത്ത മറുപടി തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോട്ട്ലിയിലും സ്ഫോടനം എന്നുള്ള വാർത്തകൾ വരുന്നു. മുസഫറാബാദിലും കോട്ട്ലിയിലും സ്ഫോടനം നടക്കുന്നു. ഇന്ത്യ തിരിച്ച് ഷെല്ലിംഗ് തുടങ്ങി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ, അതായത് ഇന്ത്യ ഇതുവരെ സഹിച്ചു. നമ്മളുടെ മേഖലയിലേക്ക് വലിയ തോതിൽ മോട്ടോർ ഷെല്ലാക്രമണങ്ങൾ നടത്തിയിട്ടും അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കരസേനയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള അനക്കം, തിരിച്ചടിക്കുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു.